ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു ആ ഒരു ജ്യോത്സ്യൻ്റെ പിറകെ ഓടുകയാണ് കേട്ടോ. എന്നിട്ട് ഓടി ചെന്നിട്ട് പറയണേ, താങ്കളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്നിട്ടില്ല എന്ന് അയാൾ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം വിഷ്ണു പറയാണ്, താൻ കുറിച്ചതാടോ ശരി, ഇന്നാ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ക്യാഷ് അങ്ങ് എടുത്തു കൊടുക്കുമ്പോൾ ശ്യാമ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ ഈ നോക്കുന്നത് വിഷ്ണു കാണുന്നില്ല. അപ്പോൾ എന്തോ പന്തികേടുണ്ടല്ലോ. പിന്നീടാണെങ്കിലോ വിഷ്ണു പറയുന്നത് ശ്യാമയ്ക്ക് കേൾക്കുന്നില്ല, പക്ഷേ കാട്ടിക്കൂട്ടുന്നത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നീട് വിഷ്ണു ചെയ്യുന്നത് കയ്യിലുള്ള ക്യാഷ് എടുത്തു കൊടുക്കുന്നു കേട്ടോ. അത് കാണുന്നതിനോട് കൂടിയിട്ട് ശ്യാമ അങ്ങ് ഞെട്ടാണ്. ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ വിഷ്ണുവേട്ടനാണല്ലോ വലിയ ആഗ്രഹം. അപ്പോൾ ഇവർക്കിടയിൽ എന്തോ ഉണ്ട്, അത് ശ്യാമ മനസ്സിലാക്കാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു ഈ ജ്യോത്സ്യന് ഈ പൈസ കൊടുക്കുമ്പോൾ ജ്യോത്സ്യൻ പറയുക, ഇതെന്തിനാണ് എടോ, താന് എൻ്റെ ശാന്തി മുഹൂർത്തം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതിനുള്ളതാണ് ഈ ക്യാഷ്. സത്യത്തിൽ അമ്മയ്ക്ക് എന്താ മകൻക്ക് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനൊന്നും മനസ്സിലാക്കണ്ട, താൻ ഇത്രയൊക്കെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി, എന്നിട്ട് താനങ്ങ് പോയിക്കോളൂ എന്ന് വിഷ്ണു പറയുന്നു കേട്ടോ. അങ്ങനെ ജോൽസിനെ കിട്ടിയ ക്യാഷും വെച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം ശ്യാമ വേറെ ഒന്നും നോക്കില്ല, തൻ്റെ ഫോൺ എടുത്തിട്ട് ശാലിനിക്ക് വിളിക്കുകയാണ്. അങ്ങനെ ശാലിനിയോട് കാര്യങ്ങളൊക്കെ പറയാണ്, തുടക്കം മുതലേ ലാസ്റ്റ് വരെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ പറയാണ്. ഇവരുടെ മുഖത്ത് രണ്ടു പേരുടെ ഇടയിൽ സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു ഈ ഒരു ഇത് നടക്കാതിരിക്കാൻ പൈസ കൊടുത്ത കാര്യം പറയുമ്പോൾ, അപ്പോൾ അവൾ ഒരു ഫ്രോഡാണെങ്കിൽ, അവൾ എന്നെ കുടിപ്പിച്ച കണ്ണീരിന് സത്യമുണ്ടെങ്കിൽ ഞാനത് തെളിയിച്ചിരിക്കും, ഉറപ്പാണ്, ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും, ഉത്തരം പറയിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ശാലിനി മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് മധുശ്രീയാണ് കാണിക്കുന്നത്. മധുശ്രീ ഇങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, ഇന്നലെ രാത്രി ശരിക്കും അവിടെ എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല, അതറിയാൻ ഇപ്പോൾ എന്താ വഴി, എനിക്കാണെങ്കിൽ അവളുടെ വാക്കുകളിൽ അത്ര വിശ്വാസവും ആവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാർത്തികയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർത്തിക ഫോൺ എടുക്കണം. കാർത്തിക ആണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലാണ്. അപ്പോഴാണ് ശ്യാമ ആ വഴി വരുന്നത്. അങ്ങനെ ശ്യാമ ഇത് കേൾക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർ തമ്മിൽ. അപ്പോൾ കാർത്തിക പറയുന്നത്, നീ ഇന്നലെ രാത്രി പറഞ്ഞ വാക്കുകൾ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ആയില്ല, അപ്പോൾ ഞാനുള്ളത് തന്നെയാണ് പറഞ്ഞതെന്ന് കാർത്തിക പറയണേ. നീ ഉള്ളത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിൻ്റെ വാക്കുകൾ എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, തനിക്ക് എന്നെ പേടിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഉടൻ തന്നെ കാർത്തിക പറയുന്നത്, നിങ്ങളെ എനിക്ക് പേടിയുണ്ട്. ഇല്ല, നിനക്ക് പേടിയില്ല, നിൻ്റെ ജീവിതം തകരുന്ന് കരുതിയാൽ നീ എന്തും ചെയ്യാൻ പുറപ്പെടും. അത് പുറപ്പെടണമെങ്കിൽ ഞാനൊരു പണി പറയാം, നീ 15 മിനിറ്റിനുള്ളിൽ നീ എൻ്റെ അടുത്തോട്ട് എത്തണം. അയ്യോ എനിക്കിവിടെ നിന്നും വരാൻ പറ്റില്ല, അതൊന്നും എനിക്കറിയില്ല. കിഴക്കര റോഡിന് നീ ഇങ്ങോട്ട് 15 മിനിറ്റിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ 16ാമത്തെ മിനിറ്റായ നീ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയുമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാർത്തിക എന്താണ് ഈശ്വര ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് ശ്യാമ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമക്ക് സംസാരം വ്യക്തമല്ലെങ്കിലും ആരോട് പേടിച്ച് സംസാരിക്കുന്നതായിട്ട് ശ്യാമക്ക് തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാർത്തിക ശരി ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ രാഘവൻ ഇങ്ങനെ പറയാണ്, അച്ഛനില്ലാത്തൊരു കുഞ്ഞിൻ്റെ ദുഃഖം അത് വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ഒരുത്തനെ അച്ഛന് വാനോളം സ്നേഹം കൊടുത്തിട്ടും അവനെ അച്ഛൻ്റെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അവൻ ജീവിക്കുന്നത്. ഇതുകൊണ്ട് എന്താ അവന് നഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം, അല്ല അച്ഛാ ഇത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? അല്ല, സീ കേരളത്തിൽ 25-ാം തീയതി ഒരു സീരിയൽ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ കാര്യമാണ്, അച്ഛൻ്റെ സ്നേഹം കിട്ടാത്ത കാര്യം. അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നുണ്ട്, അച്ഛനെ സ്നേഹിച്ചതുപോലെ ഈ മകൻ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ട് അച്ഛൻ ഈ പറഞ്ഞ വാക്ക് തിരുത്തിയിരിക്കും. ഇവിടെ തന്നെ ഒരു സീരിയൽ നടക്കുന്നുണ്ട് എന്ന് വിഷ്ണു പറയണം. അപ്പോൾ ആ സീരിയലിൻ്റെ ഒരു പ്രൊമോഷൻ ചെറുതായി നടത്തുന്നു കേട്ടോ. പിന്നീട് ശ്യാമ ഇങ്ങനെ കാർത്തിക തന്നെ ഫോളോ ചെയ്യണം. അങ്ങനെ കാർത്തിക പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി കാർത്തിക പോവുകയാണ്. അപ്പോൾ ഡ്രൈവർ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഈ റോഡ്? അപ്പോൾ അയാൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ കൊണ്ടുവിടണമെന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട ഞാൻ പോയിക്കോളാം. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തിക കുടയൊക്കെ ചൂടിയിട്ട് കാർത്തിക അങ്ങ് പോകുന്നു. എന്നാൽ ഈ സമയം ശ്യാമ ഓടി വന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുകയാണ്, അവൾ എന്താ ചോദിച്ചതെന്ന്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഡ്രൈവർ, സത്യമ്മയുടെ ഡ്രൈവർ പറഞ്ഞു കൊടുക്കണം. അവളെ ഞാൻ കൊണ്ടുപോയി വിടുക എന്ന് പറഞ്ഞു, പക്ഷേ ആ കുട്ടിക്ക് അത് വേണ്ടെന്ന് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് പെട്ടെന്ന് ശ്യാമ ശാലിനിക്ക് വിളിക്കണം. അങ്ങനെ ശാലിനിയോട് കാര്യങ്ങൾ പറയണം. അവളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കുഞ്ഞച്ചി പറഞ്ഞത് പ്രകാരം തന്നെ ഞാൻ അവളെ ഫോളോ ചെയ്യുമ്പോൾ അവർക്കിടയിൽ 2 പേർക്കിടയിൽ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും കുഞ്ഞച്ചി തന്നെ പോയി നോക്കുക, അവളെ എവിടോട്ടാണ് പോയിരിക്കുന്നത്, ഇന്ന റോഡിനാന്ന് പറഞ്ഞത്, കുഞ്ഞാച്ചി എന്നിങ്ങനെ പറയണേട്ടാ. അപ്പോൾ ശാലിനി ശരി, ഞാൻ എന്തായാലും എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്.
പിന്നീട് കാർത്തികയാണ് കാണിക്കുന്നത്. കാർത്തിക മധുശ്രീ പറഞ്ഞ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്, കുട്ടി പെട്ടെന്ന് ക്യാഷ് തായോ, ഞാൻ പോട്ടെ, ഈ ചില്ലറ കേസിനൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയണേ. അപ്പോൾ കാർത്തിക പറയണേ, ഞാൻ വെറുതെ അല്ല ഈ ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്, ഒരാളെ കാണാൻ വേണ്ടിയാണെന്ന് പറയണേ. അത് കേട്ട ഉടനെ നീ ആരെ കണ്ടാലും വേണ്ടില്ല, എൻ്റെ ക്യാഷ് ഇതാ, ഇത് ചില്ലറ ഓട്ടാണ്, ഇതിനൊന്നും എനിക്കൊന്നും കിട്ടില്ല, വെയിറ്റിംഗ് ചാർജ് ഒന്നും പ്രത്യേകിച്ചൊന്നും തരില്ല. അപ്പോൾ അത് കേൾക്കുന്ന കാർത്തിക പറയണേ, നീ വെയിറ്റിംഗ് ചാർജ് ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ അങ്ങ് വിചാരിച്ചോളൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പിന്നെ നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിൽ ഞാൻ തന്നോളാം, ഇതേ പറച്ചിലുണ്ടാവും, പക്ഷേ ക്യാഷിൻ്റെ കാര്യം എത്തുമ്പോൾ നിങ്ങൾ തരില്ല എന്ന് പറയണേ. ഉണ്ട്, ഞാൻ തരാമെന്ന് പറയണേ കേട്ടോ. എന്നാൽ ഈ സമയം ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി ഇങ്ങനെ വന്നും കൊണ്ടിരിക്കുന്നുണ്ട്. മധുഷിയാണെങ്കിലോ ഒരു സൈഡിലൂടെ വരികയാണ്. അങ്ങനെ 2 പേരും 3 പേരും ഒരുമിച്ച് കൂട്ടുമുട്ടുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ശാലിനിക്കിടയിൽ തെറ്റിദ്ധാരണയാണ് വരാൻ പോകുന്നത്. മധുഷിയുടെ ആളാണ് കാർത്തിക എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു സീനുകളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഒളിച്ചു കളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറും. ഹർഷൻ തേടി വരും. അതുമല്ല, ഈ ജയശങ്കർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളും സത്യാമ്മയുടെ വീട്ടിലോട്ട് വരികയാണ്. അതുപോലെ ഈ 2 കുഞ്ഞുങ്ങളുടെയും ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അത് സത്യയെ വിളിച്ചിട്ട് കുഞ്ഞുങ്ങളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്കമിങ്ങും ഡെയിലി റിവ്യൂസൊക്കെ ഇതിലുണ്ടായിരിക്കും. ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നവരെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.